ഈ വാലന്റൈൻസ് ഡേക്ക് വാലന്റൈൻ ഇല്ലാത്തത് നിങ്ങളെ കുറ്റല്ല, പക്ഷെ ഈ വാലന്റൈൻസ് ഡേക്ക് വാലന്റൈൻ ഇല്ലാതായി പോണത് നിങ്ങളെ മാത്രം കുറ്റവും. എന്താണ് സ്റ്റാഫ് മഹാന്മാർ ഉദ്ദേശിച്ചതെന്ന് ഞങ്ങൾക്ക് അങ്ങോട്ട് മനസ്സിലായില്ല. സംഭവം വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ എന്ന് സിമ്പിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ടോ അതിന്റെ അത്ര ഡിഫിക്കൽട്ട് ആയിട്ടൊരു ടാസ്ക് ഞങ്ങൾക്ക് ഇന്നലെ കിട്ടിയിട്ടില്ല. ഇതങ്ങനല്ല, ഇത് സിമ്പിളാ. എന്നാ പറ. അപ്പൊ സംഭവം എന്താന്ന് വെച്ചാൽ നാളെ വാലന്റൈൻസ് ഡേ ആണല്ലോ. അതെ, അപ്പൊ വാലന്റൈൻസ് ഡേക്ക് വാലന്റൈൻ വേണമല്ലോ. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെയല്ല, അതുണ്ടെങ്കിലല്ലേ ഒരു രസമുള്ളൂ. എന്താ നിങ്ങളെ തീരുമാനം പോലെ കാര്യം പറയും. അപ്പൊ ഈ വാലന്റൈൻസ് ഡേക്ക് നിങ്ങൾക്ക് ഒരു വാലന്റൈനെ നമുക്ക് സെറ്റ് ചെയ്താലോ? അത് നിങ്ങൾ ഞങ്ങളോട് ചോദിക്കണ്ടല്ലോ, വേണമെങ്കിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാമല്ലോ. അങ്ങനെയല്ല, നമുക്ക് ഗെയിം കളിച്ചിട്ട് ഒരു ഗെയിമിലൂടെ അങ്ങോട്ട് സെറ്റ് ചെയ്താലോ? ഇപ്പൊ എനിക്ക് പ്ലേ തോന്നി. ഈ പശു മാറിപ്പോക്കണ കണ്ടാലറിയാം. അത് പശു അല്ലല്ലോ, കാളയല്ലേ. അല്ല, എന്നിട്ട് പറ കേക്കട്ടെ, എന്താ നിങ്ങളെ ഗെയിം? സംഭവം വളരെ സിമ്പിളാണ്. നിങ്ങൾ നാളെ രാവിലെ നീക്കുമ്പോ തന്നെ നമ്മളൊരു പാട്ട് മത്സരം നടത്തും. രാവിലെ നീക്കുമ്പോ തന്നെ പാട്ട് മത്സരം. കൊള്ളാം. എന്നിട്ട് കേക്കട്ടെ. അപ്പൊ ആ പാട്ട് മത്സരത്തിൽ ജയിക്കുന്ന 5 ആൾക്കാർക്ക് ഞങ്ങൾ നാളെ വാലന്റൈനെ സെറ്റ് ആക്കി കൊടുക്കും. തോക്കണ 2 ആൾക്കാർക്ക് നോ ചാൻസ് നോ വാലന്റൈൻ. അതോടത്തെ ന്യായം. പിന്നെ ഗെയിം ആവുമ്പോ അതിനൊരു എന്റർടൈൻമെന്റ് പർപ്പസ് വേണ്ടേ? എല്ലാവർക്കും ഞങ്ങൾ സെറ്റ് ആക്കി കൊടുക്കാനാണെങ്കിൽ പിന്നെ ഞങ്ങൾ ഗെയിം കളിക്കണോ? അല്ലാത്ത ഞങ്ങൾ സെറ്റ് ആക്കി തന്നാ പോരെ? ഓഹോ, അല്ല അപ്പൊ എങ്ങനെ ഈ ഗെയിം കളിക്കുന്നത്? അതെങ്ങനെയെന്ന് വെച്ചാല് ഞങ്ങൾ ഒരു പാട്ടിന്റെ ഫസ്റ്റത്തെ ലെറ്റർ പറഞ്ഞു തരും. ആ ലെറ്റർ വെച്ചിട്ട് നിങ്ങൾ ആ പാട്ട് പൂരിപ്പിച്ചിട്ട് അങ്ങോട്ട് പാടണം. അങ്ങനെ നിങ്ങൾ ഓരോരുത്തർ പാട്ട് പാടി ജയിച്ചു പോണ ആ ഓർഡറിലായിരിക്കും നിങ്ങൾക്ക് ഞങ്ങൾ സെറ്റ് ചെയ്ത് തരാൻ പോണ വാലന്റൈനും അതേപോലെ തന്നെ ആ ഡേറ്റിന്റെ ഒക്കെ ഒരു സെറ്റപ്പ് ഒക്കെ. അതായത് മനസ്സിലായില്ല. മനസ്സിലാക്കാനൊന്നുമില്ല. നിങ്ങൾ ആ ജയിച്ചു പോണ ഓർഡറിലായിരിക്കും നിങ്ങൾക്ക് എത്ര നല്ല ഹൈ ലെവൽ ഒരു വാലന്റൈൻ ഡേറ്റ് സെറ്റപ്പ് ഞങ്ങൾ സെറ്റാക്കി തരണം എന്ന് ഞങ്ങൾ തീരുമാനിക്കുക. അല്ല, അപ്പൊ ആ തോക്കണ ഉണ്ടാവോ? അവർക്കെന്താ, അവർക്ക് പ്രത്യേകിച്ചൊന്നുമില്ല. അതാണ് ഞങ്ങൾ ആദ്യം പറഞ്ഞത്. ഈ വർഷം വാലന്റൈൻ ഇല്ലാത്ത ഞങ്ങളെ കുറ്റമല്ല, പക്ഷെ ഈ വർഷം അത് ഇല്ലാതായി പോണം നിങ്ങളെ മാത്രം കുറ്റാവുന്നു. ഓക്കെ, അപ്പൊ വാലന്റൈൻ ഇല്ലാതായി എന്ന് വെച്ചിട്ട് പണിഷ്മെന്റ് ഒന്നും ഇല്ല അല്ലേ? പണിഷ്മെന്റിന്റെ കാര്യം മറന്നുപോയി. പണിഷ്മെന്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടോ? ഇല്ല, ഞങ്ങളൊന്ന് വെറുതെ ചോദിച്ചു. ഞങ്ങൾക്ക് അതൊന്നും വേണ്ട. ഓക്കെ, എന്നാ ശരി ഗൈസ്, നാളെ കാണാം. ഗുഡ് നൈറ്റ്. എന്തായാലും നാളെ ഒരു വാലന്റൈനെ സെറ്റ് ആക്കിയിട്ട് കാര്യമുള്ളൂ. ഇനിയിപ്പോ വാലന്റൈനെ സെറ്റ് ആക്കാൻ നേരത്തെ എണീക്കേണ്ടി വരൂലേ? അപ്പൊ സമയം രാവിലെ 8:56. ഇനി 9:56 വരെ നമുക്ക് ഈ ഗെയിമിന്റെ ടൈമുള്ളൂ. അതുവരെ എണീറ്റ് വരാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഗെയിമിൽ തോറ്റു നമ്മൾ ഉറപ്പിക്കും. ഈ റൂള് നമ്മൾ അവരോട് പറഞ്ഞിട്ടില്ല, പക്ഷെ അങ്ങനെ റൂളും കൂടി വേണമല്ലോ, എന്നാലല്ലേ നമുക്ക് ഇതിനൊരു രസമുള്ളൂ. ഇവന്മാർക്കൊന്നും ഉറപ്പില്ല. രാവിലെ തന്നെ ഒക്കെ കൂടി എണീറ്റ് ഒന്ന് പാട്ട് പഠിപ്പിക്കാൻ നിൽക്കപ്പോ അവിടെ. ഞാനെന്റെ ഉറക്കം കളഞ്ഞിട്ടൊരു വാലന്റൈനെ സെറ്റാക്കാനുള്ള ദൈവമേ വന്നത്. സുഖസാറാണോ ആദ്യം തന്നെ നീറ്റ് വരുന്നത്? അതെന്താ എനിക്ക് നീറ്റ് വന്നൂടെ? വേഗം നിങ്ങൾ ആ ലെറ്റർ ഇങ്ങോട്ട് തന്നെ. ഞാൻ എണീറ്റ് വന്ന് അന്വേഷിക്കാൻ നിൽക്കാതെ മറ്റവരൊക്കെ വരുന്നുണ്ട്. ഞാൻ പാട്ട് പാടി വാലന്റൈനെ സെറ്റാക്കി പോട്ടെ. അല്ല, അതിപ്പോ മറ്റവരൊക്കെ വരാതെ അതിനൊരു രസമല്ലല്ലോ ഗെയിം തുടങ്ങുമ്പോ. ഇതിനാണ് ഞാൻ നേരത്തെ എണീറ്റിട്ട് ഇങ്ങോട്ട് വന്നത്. എന്റെ ഉറക്കത്തിന്റെ ഇമ്പോർട്ടൻസ് എത്ര നിങ്ങൾക്കറിയില്ല. ഞാൻ അതൊക്കെ കളഞ്ഞിട്ട് വരണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ചേക്ക്. അതെ, ജൂൺ സാർ വരുന്നുണ്ട്. വന്നോ ഈ കാലം പറഞ്ഞപ്പോൾ എണീറ്റ്. എന്താണ് ജൂണെ വാലന്റൈൻ പറഞ്ഞോണ്ടോ നീ രാവിലെ തന്നെ എണീറ്റ് ചാടി പുറപ്പെട്ട്? അതെ, ഫസ്റ്റ് ക്ലാസ് വാലന്റൈൻ സുഖേറിന് കിട്ടിയ പോലല്ലോ എനിക്ക് കിട്ടണല്ലോ. ഗെയിം തുടങ്ങലാണോ? ഞങ്ങളുണ്ട്. ഇവന്മാരൊക്കെ എണീറ്റോ? ഞാനില്ലാതെ എന്ത് വാലന്റൈൻ മാറി തിരിഞ്ഞിട്ടായിരുന്നു. വേണമെങ്കിൽ നീ ബാക്കിൽ നിന്നിട്ട് വാലന്റൈൻ ഉണ്ടാക്കിയാൽ മതി. നിന്റെ മുന്നിൽ ഞാനാണ്. അല്ല, ഇതിപ്പോ നമ്മൾ മാത്രമേ ബാക്കി രണ്ടെണ്ണം അവിടെ. അവന്മാർക്ക് വാലന്റൈൻ വേണ്ടില്ല, നമുക്ക് ഗെയിം തുടങ്ങല്ലേ? ഹോബി അങ്ങനെയല്ലല്ലോ. ഈ കാര്യത്തിലൊക്കെ മുന്നോട്ടാണല്ലോ. എന്ത് പറ്റി? എന്ത് പറ്റാനാ? അവന്മാരെ എനിക്ക് വന്നപ്പോ വിളിച്ചില്ല. അങ്ങനെ അവന്മാർക്ക് വാലന്റൈൻ കിട്ടണ്ടെങ്കിൽ കിട്ടട്ടെ. അപ്പൊ നമുക്ക് ഗെയിം തുടങ്ങിയാലോ? നിങ്ങളൊന്ന് വേഗം തുടങ്ങും. ഞാൻ എത്ര നേരം ഇവിടെ വന്ന് നിൽക്കണം. എന്റെ ഉറക്കത്തിന്റെ ഇമ്പോർട്ടൻസ് അറിയാത്ത പോലുള്ള കളി കളിക്കലായിട്ട് നിങ്ങൾ ലൈക്കോ? അപ്പൊ നിങ്ങൾ മലയാളം പാട്ടിന്റെ മത്സരമല്ലേ വെച്ചത്? ഞാൻ അതൊന്നും വെച്ചിട്ടല്ലേ രാവിലെ തന്നെ ഉറക്കം കളഞ്ഞ് എണീറ്റന്ന്. അതിന് ഇതിനങ്ങനെ ലാംഗ്വേജ് ഒന്നുമില്ല. ഞങ്ങൾ ചിലപ്പോൾ മലയാളം ചോദിക്കും, ചിലപ്പോൾ ഇംഗ്ലീഷ് ചോദിക്കും, ചിലപ്പോൾ ഹിന്ദി ചോദിക്കും, ചിലപ്പോൾ തമിഴ് ചോദിക്കും. അത് കൊള്ളാലത് ഒരുമാതിരി മറ്റൊരു ഗെയിമായി പോയല്ലോ. എന്നിട്ട് ഇപ്പൊ ലൈക്കാ നിങ്ങൾ അക്ഷരം? ലൈക്കാണ് ഞങ്ങളെ വേർഡ്. എനിക്കതറിയില്ല നിങ്ങൾ ഒരുമാതിരി ഇംഗ്ലീഷുകാരോട് ചോദിക്കണ പോലെ. ഞങ്ങളെ ഗ്രൂപ്പത്തെ കുരങ്ങ് ഇംഗ്ലീഷുകാരൻ്റെ ബാക്കിലില്ലേ? പാടിക്കോ, നിനക്കറിയെങ്കിൽ പാടിക്കട ഇംഗ്ലീഷുകാരൻ ചൂടെ. സങ്കടപ്പെടാൻ നമുക്ക് നെക്സ്റ്റ് ടൈം നോക്കാം. ലൈക്ക് മിഠായി, ലൈക്ക് മിഠായി, ലൈക്ക് കുൽഫി, രസ്മലായി, പിസ്ത ബർഫി. ഉത്തരം ശരിയാണ്. എന്റെ ഉത്തരം ശരിയായി. എനിക്ക് വാലന്റൈൻ കിട്ടി. ഞാൻ പോട്ടടാ പട്ടികളെ. അവനൊരു ഇംഗ്ലീഷുകാരൻ വന്നിരിക്കണേ. എന്നോട് മര്യാദയ്ക്ക് മലയാളം ചോദിച്ചാൽ മതി കേട്ടോ. അതിന് ഞങ്ങളൊക്കെ മലയാളികളാണ്. അതൊന്നും പറയാൻ പറ്റില്ല. ഞങ്ങൾ എന്ന് തോന്നി ചോദിക്കും. പൂവ് അങ്ങനെ ചോദിച്ചാൽ നിങ്ങളിത് ഒരുമാതിരി പെട്ടെന്ന് വല്ല തെറി പിടിക്കണവരൊക്കെ പറഞ്ഞാൽ എനിക്ക് എങ്ങനെ അറിയാം? എന്നാ നെക്സ്റ്റ് വരട്ടെ. ഇങ്ങനെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് പൂവൊക്കെ ചോദിച്ചാൽ നെക്സ്റ്റ് പൂ വെച്ചിട്ട് ഒരുപാട് പാട്ട്
ശരിയായി കിട്ടണില്ല. നീ അവിടെ പൊയ്ക്കാടാ അവിടെ, ഞാൻ പാടട്ടെ. എന്നാ ഞാൻ പാടിയാലോ? പൂ വെച്ചിട്ട് അതും വാലന്റൈൻസ് ഡേക്ക് നിങ്ങൾ ചോദിക്കുമ്പോ എന്തായാലും നിങ്ങൾ ഈ പാട്ട് ചോദിക്കുള്ളൂ. പൂവുക്കുള്ളിന്തിരിക്കും കനിക്കൂട്ടം അതിശയം. യെസ്, കറക്റ്റ് ആൻസർ. വാലന്റൈന് കിട്ടിയേ. ഞാൻ കുറച്ചേരം കൂടി കിടന്നുറങ്ങട്ടെ. നെക്സ്റ്റ് ക്ലൂ കണ്ണ്. കണ്ണോ? നിങ്ങൾ ഒരുമാതിരി എന്നെയും ചെയ്തിട്ട് ഞാൻ പാടരുത് വെച്ചിട്ടല്ല ഇങ്ങനത്തെ ക്ലൂ ഒക്കെ തരുന്നത്. എത്ര പാട്ടാ കണ്ണ് വെച്ചിട്ടുള്ളത്? ടൈം ഓവർ. നെക്സ്റ്റ് വരട്ടെ. കണ്ണ്. കണ്ണ് വെച്ചിട്ട് കണ്ണാന്തുമ്പി പോരാമോ? അല്ല, കണ്ണ് വെച്ചിട്ട് വാലന്റൈൻസ് ഡേക്ക് നിങ്ങൾ ക്ലൂ തരണമെങ്കിൽ എന്തെങ്കിലും പ്രേമ പാട്ടാവുമല്ലോ. ഞാൻ നോക്കട്ടെ. കണ്ണും കണ്ണും തമ്മിൽ. നോ. നെക്സ്റ്റ് നോയ. ഓക്കെ, ഞാൻ വീണ്ടും റിപ്പീറ്റ് ആയി വേറെ അക്ഷരം ഇട്ട് നിങ്ങൾ. വേറെ ഒന്നും പറ്റൂല. ഇത് പാടിയിട്ട് നെക്സ്റ്റ് നമ്മൾ കിടക്കുള്ളൂ. കണ്ണ് തന്നെ. അപ്പൊ നിങ്ങൾ മാറ്റൂലല്ലേ പണ്ടാറകാലന്മാര്. കണ്ണോട് കണ്ണായിനോ. തെറ്റ്. നെക്സ്റ്റ് ഞാൻ പാടണല്ലേ കണ്ണ്. കണ്ണെന്ന് പറഞ്ഞിട്ട് ഇവനാണ് നേരത്തെ അറിയണത്. കണ്ണേ കളിമാനേ. നോ. നെക്സ്റ്റ് ഇനിയും ഞാനോ? എനിക്കൊന്നറിയില്ല. ചിന്നയുടെ പാടിക്കോ. ഞാനോ? കണ്ണ് വെച്ചിട്ട് എനിക്കറിയൊരു പാട്ടൊക്കെ ഞാൻ പാടി. നിങ്ങൾ വേറെ അക്ഷരം പറ. അതൊന്നും പറ്റില്ല. ഇത് വെച്ചിട്ട് ഇപ്പൊ എത്ര പാട്ട് പാടി? ഇനി നിങ്ങൾ കണ്ടെത്തി പാടണോ? കണ്ടെത്തി പാടാൻ കഴിയാത്തോണ്ടല്ലേ നിങ്ങളോട് മാറ്റാൻ പറയണേ. പിന്നെ നിങ്ങൾക്ക് എന്തിനാ ഞങ്ങൾ ഈ ഗെയിം എന്ന് പറഞ്ഞ ടാസ്ക് തന്നത്? ഞങ്ങൾക്ക് വല്ല ഈസി ടാസ്ക് തന്നൂടെ ചേട്ടകള്. ഇനിയിപ്പോ ഏതാ വേറെ പാട്ടുള്ളത്? നെക്സ്റ്റ് പ്ലീസ്. ടൈം കഴിഞ്ഞു. ഇതല്ലേ കണ്ണിനി മണിയിലെ മിന്നിത്തിരി പോലെ എന്റെ മനസ്സാകെ. യെസ്, കറക്റ്റ്. എനിക്ക് കിട്ടിയ വാലന്റൈൻ, എനിക്ക് കിട്ടിയ വാലന്റൈൻ. എടക്കെ നീ പോണ വഴിക്കാ കൂക്കിനി ഹോപ്പറിനെ വിളിച്ചു വിടടാ, ഇല്ലെങ്കിൽ അവന്മാരെന്നെ തിന്നും. നെക്സ്റ്റ് വേർഡ് വാലന്റൈൻ. വാലന്റൈനോ? നിങ്ങളെന്ത് ഇന്നത്തെ ദിവസം വെച്ചിട്ട് എനിക്ക് ക്ലൂ തന്ന്? നോക്കേ, വാലന്റൈൻസ് ഡേ. ഉത്തരം തെറ്റ്. നെക്സ്റ്റ്. ഓ, ചിരിക്കണ്ടേന്നില്ലെങ്കിൽ ഞാൻ പാടണ്ടേ? ഈ വാലന്റൈൻ വെച്ചിട്ട് നിങ്ങൾ എന്തോ ഉദ്ദേശിക്കുന്നത്? എനിക്കൊന്നും അറിയില്ല. ചിന്നയുടെ തന്നെ പാട്. അപ്പൊ എനിക്കറിയാണ്ടല്ലോ നിന്നെ വിട്ടത്. എന്നൊക്കെ നിങ്ങൾക്ക് എളുപ്പത്തിനൊരു ക്ലൂ തരാം. വാലന്റൈൻസ് ഡേനെ കുറിച്ചാണ് ഈ ഒരു പാട്ടുള്ളത്. അത് ഞങ്ങൾക്ക് അത് കേട്ടാ തന്നെ അറിഞ്ഞൂടെ വാലന്റൈൻസ് ഡേനെ കുറിച്ചാവുന്നുള്ളത്? പോയവിടുന്ന്. എടാ തെണ്ടികളെ, നിങ്ങൾ ഞങ്ങളെ കൂട്ടാതെ ഗെയിം കളിച്ചില്ലേ? പക്ഷെ നീ മാറിക്കാൻ വന്നതിന് മുന്നേ ഞാൻ പാടി രക്ഷപ്പെട്ടെ. ഒരു വാക്ക് എണീറ്റ് പറയാ. കുറച്ചും കൂടി നീ ക്ലൂ താ. എന്നൊക്കെ ഈ സിനിമയിൽ ഭാവനുണ്ട്. ഭാവനയോ? പാടി കൊടുത്ത് വാലന്റൈനെ സെറ്റാക്കി വാടാ. എനിക്ക് എനിക്ക് ആ മാത്രം മതി. അപ്പൊ നിങ്ങൾ പറഞ്ഞ ഭാവനുള്ള സിനിമല്ലേ? ഭാവനുള്ള ഒരുപാട് സിനിമകൾ ഉണ്ടാവും. സൂര്യനൊക്കെ എന്തൊരു ചൂടന്റെ കണ്ണ് അടിച്ചു പോയി. എനിക്കറിയില്ല. അതെന്താ നിങ്ങളിപ്പോ ഇവിടെ പറഞ്ഞോണ്ടിരിക്കണ സംഭവിക്ക് മനസ്സിലില്ല. നേരെ പറഞ്ഞ വാലന്റൈൻ വെച്ച് തുടങ്ങണ ഒരു പാട്ട്. ഓ, വാലന്റൈൻ വെച്ച് തുടങ്ങണ ഒരു പാട്ട്. വാലന്റൈൻ വെച്ച് തുടങ്ങണ പല പാട്ടുകളും ഉണ്ടാവും. പക്ഷെ എനിക്ക് ഓർമ്മ വരുന്നില്ല. ഞാൻ എന്റെ ബാഗ് പോയി നാളേക്കട്ടോ. എന്നാ നിങ്ങൾ ഒരു ക്ലൂവും കൂടി തരാം. ഭാവനയുണ്ട്, മീനാക്ഷി ഉണ്ട്. ഭാവനയുണ്ട്, മീനാക്ഷി ഉണ്ട്. മീനാക്ഷി അപ്പൊ എനിക്ക് ഓടി. വാലന്റൈൻ വാലന്റൈൻ വാലന്റൈനോ ലവ്ലി ലവ്ലി. യെസ്, കറക്റ്റ് ആൻസർ. ഒരു രക്ഷപ്പെട്ടെ. എനിക്ക് കിട്ടിയ ഒരു വാലന്റൈൻ. ഓക്കെ, നെക്സ്റ്റ് ലെറ്റർ. ഒന്ന് നിങ്ങൾ നിൽക്ക്. ഞാൻ എന്റെ ഉറക്കച്ചടവൊക്കെ ഒന്ന് കളയട്ടെ. എന്നിട്ട് നിങ്ങൾ പറഞ്ഞാൽ മതി. എനിക്ക് ഇപ്പോൾ ഉറവ് വന്നിട്ട് നോക്കി. നിനക്ക് പാടാമെങ്കിൽ മാറി. ഞാനൊന്ന് പാടി കൊടുത്ത് വേഗം സെറ്റാക്കട്ടെ. ഇനി ഒന്നും കൂടി ഒരു ബാക്കി. നമ്മുടെ വളവ് ഒന്നും കൂടി ബാക്കിയുള്ള എന്റെ ഉറക്കൊക്കെ പോയി വേലറ്റ് പറ. നെക്സ്റ്റ് വേർഡ് ചിരി. ചിരിയോ? ചിരി വെച്ചിട്ടിപ്പോ എന്താ? നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അവിടെ മാറിക്കും. ഞങ്ങളൊക്കെ പാടട്ടെ. അങ്ങനെ ഇവിടെ മാറിക്കാൻ പറ്റും. ഞാൻ ആലോചിക്കട്ടെ. ചിരി ചിരി. ഞാൻ വേഗം പോയി നാളേക്കാം. ചിരിയില്ലേ? ചിരി ചിരിയോ എന്നും വരെ ചിരി. അതാണോ? അതല്ല. അതല്ലേ പിന്നെ ചിരി വെച്ചിട്ടെന്താ? ഇനി നെക്സ്റ്റ് തവണ അല്ലെങ്കിൽ വേഗം പോയി നിൽക്കൂ. അല്ലെങ്കിൽ ചിരി വെച്ചിട്ട് കുറെ പാടില്ല. ഞങ്ങൾ പേരച്ചിട്ടൊക്കെ ചെയ്യാം. അത് നിങ്ങളെ കഴിവ്. അത് ഞങ്ങളുടെ അടുത്തല്ലോ. എന്നൊക്കെ ഞാൻ ചിരിമണിമുല്ലേ ചിത്തിരമുല്ലേ സുഖമല്ലേ സുന്ദരമുല്ലേ. അല്ല, റോങ് ആൻസർ. അല്ല, ഷോ അതും അല്ലെങ്കിൽ വേറെന്താ? ഇനിയിപ്പോ ഞാനാണല്ലേ? എനിക്ക് കിട്ടിയട പൊട്ടമാർക്ക് ഞാൻ പാടി കൊടുക്കട്ടെ. അങ്ങനെ അങ്ങോട്ട് മാറുന്ന ശരിയല്ല. ചിരി വെച്ചിട്ട് എന്താ ഇങ്ങനുള്ളത്? ചിരിച്ചു കളയുന്ന മണ്ടേ ചുമ്മാ കല്ലാതെ. കറക്റ്റ് ആൻസർ. എച്ചിലൊക്കെ കെട്ടിയ പൊന്നെ കിണി പാതെ ചേലുള്ള ഒരാമ്പൽപ്പൂവാണ് നീ. ചെക്കൻ്റെ ഉള്ളിൽ ഞാൻ തേൻ കൂടെ മാറാൻ ബസ്സ വാലന്റൈൻ വാലന്റൈൻ വാലന്റൈൻ. ഓപ്പേട്ടാ എന്ത്? അല്ല, നമുക്ക് രണ്ടാക്കും വാലന്റൈൻ സെറ്റ് ആയില്ലല്ലോ. അപ്പൊ നമുക്ക് രണ്ടാം കൂടി വാലന്റൈൻ ആഘോഷിക്കാൻ ഓക്കേടെ കുക്കി. അല്ലെങ്കിൽ ഇപ്പൊ വാലന്റൈൻ ഒക്കെ എവിടുന്ന വന്നത്? നമ്മൾ സിംഗിൾസ് പണ്ട് സിംഗിൾ ആയിട്ടല്ലേ വാലന്റൈൻ ആഘോഷിച്ചത്. അത് നീ പറഞ്ഞ സത്യം കുക്കി. പക്ഷെ നിങ്ങൾ രണ്ടാളാകുമ്പോ നിങ്ങൾ സിംഗിൾസ് അല്ലല്ലോ, ഡബിൾസ്
സംഭവങ്ങൾ ചെയ്യാം. അതന്നെ ഇവന്മാർക്കൊന്നും പറഞ്ഞെടുക്കാത്ത കുറെ സംഭവങ്ങൾ ചെയ്യാം. യെസ്, എന്നിട്ട് ഇവന്മാർക്ക് നമ്മുടെ വാലന്റൈൻസ് ഡേ ആഘോഷം കണ്ടിട്ട് എന്തായാലും യെസ് യെസ് കമോൺ കമോൺ നമുക്ക് എന്തൊക്കെ ചെയ്യേണ്ടെന്ന് ലിസ്റ്റ് ഇടാം. ജിമിനെ